ചക്രലോകത്തും സെയിലിനായി വന്നിരുന്നത് ഹ്യൂണ്ടയുടെ ഏറ്റവും അധികം ഫാമിലീസ് യൂസ് ചെയ്യുന്ന വാഹനമാണ് ഹ്യൂണ്ടായി ഇയോൺ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. 2017 മോഡൽ സിംഗിൾ ഓണർ ഹ്യൂണ്ടായി ഇയോൺ ആണ്. എറ പ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത്. വെറും 49,000 കിലോമീറ്റർ മാത്രമേ ഓടിച്ചുള്ളൂ. അതും പെൻഡിങ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. കറക്റ്റ് കമ്പനി ഫിറ്റിംഗ് വണ്ടി ഇപ്പോൾ നിൽക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിലൊക്കെ ഒരു ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ ഈ താഴ്ഭാഗത്തൊക്കെ ഉണ്ടല്ല, വേറെ ഇഷ്യൂസൊന്നും ഫ്രണ്ടിലൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ള് 4 ടയറും ഓടാൻ പറ്റിയ കണ്ടീഷനായി. യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കിയാൽ പോലും വേറെ കംപ്ലൈൻ്റ് ഒന്നും പറയത്തക്ക ഒന്നുമില്ല. സൈഡ് പ്രൊഫൈലിലും ഈ റണ്ണിങ് ബോർഡ് കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ ബാക്ക് ടയറിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് സ്ക്രാച്ച് ഉള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഇഷ്യൂസോ ഇടിയോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും സൈഡ് വ്യൂവിലും ഇല്ല. നമുക്ക് റിയർ സൈഡിലും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബമ്പറിൽ ചെറിയ 1-2 സ്ക്രാച്ച് ഉള്ളതല്ലാതെ വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. കാരണം ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്ന കസ്റ്റമർ ഊരി മാറ്റി. അവരെത്ര ഇപ്പോൾ വാങ്ങിച്ചുള്ളൂ ഊരി മാറ്റി വരുമ്പോൾ നോർമൽ സ്റ്റീൽ വണ്ടിയിലുണ്ട്. ബാക്കിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ നിങ്ങളിനി ഒരു അഡീഷണൽ ഒരു സ്ക്രീന് മാത്രം വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ക്യാമറ വാങ്ങിച്ച് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ വണ്ടി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോറിൻ്റെ അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും മേജർ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ വണ്ടി ഒരു ജസ്റ്റ് ഒരു പോളിഷ് ചെയ്താൽ തന്നെ ഹൈ ക്വാളിറ്റി വണ്ടിയെ മാറും. വേറെ ഒന്നുമില്ല. ഇപ്പോൾ നല്ല പെയിൻറ്റ് നല്ല കട്ട ക്വാളിറ്റിയാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വണ്ടി ഒന്ന് പോളിഷ് ചെയ്താൽ മതി. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നോക്കാം. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഭയങ്കര ക്വാളിറ്റിയാണ്. വണ്ടി ഇത്ര നമുക്കൊരു 7 വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് തോന്നത്തില്ല. കട്ട ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ സ്റ്റിയറിംഗ് ഗ്രിപ്പോ സീറ്റ് കവറോ ഒന്നുമില്ല. കമ്പനി ഫിറ്റിംഗ് അതേപോലെ ഇരിക്കുകയാണ്. സാധാ നോർമൽ സ്റ്റീരിയോ വണ്ടിക്കകത്തുണ്ട്. AC പവർ സ്റ്റിയറിംഗെല്ലാം വർക്കിംഗ് ആണ്. കിലോമീറ്റർ നോക്കിയോ 48 സംതിങ് 49 കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ. റിയർ സൈഡിലും നല്ല പക്ക ക്വാളിറ്റിയിലിരിക്കുന്നത്. അത്ര ഹൈ ക്വാളിറ്റിയാണ് വണ്ടി. നിങ്ങൾക്ക് എടുത്തോടെ ചെയ്യേണ്ട ഏതൊരു പണിയും വണ്ടിയിലില്ല. എടുക്കുക, എടുത്ത് ഓടുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ടി വൃത്തിക്കിരിക്കണം. ഈ സ്ക്രാച്ച് ഒന്നും പാടില്ലെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയുടെ ഒന്ന് എഞ്ചിൻ റൂമും കൂടെ നമുക്ക് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിൻ റൂമാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 3-ാം മാസത്തുള്ള ബാറ്ററിയാണ്. അപ്പം ബാറ്ററി എന്ന് മാറേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നിലവിൽ എടുത്തിന് പെൻഡിങ് വർക്കൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ ഒരു കിലോമീറ്റർ 50,000 ആകുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റും ചെക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല ക്ലീൻ പീസറ്റുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല വണ്ടിയിൽ. ഇടിയോ അങ്ങനെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ആകെ നമ്മുടെ സ്ക്രാച്ചൊക്കെ വരുമ്പോൾ ബമ്പർ സൈഡൊക്കെ ഒന്ന് റീപെയിൻ്റ് അടിച്ച മാത്രമല്ല, ഇടിച്ചൊരു പാർട്സ് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കും ഫ്രണ്ട് ബോണറ്റും ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു. ഡ്രൈവർ സീറ്റ് ഇരുന്നതിന് ശേഷം ഡാഷ്ബോർഡ് താഴേക്ക് ഇവിടെ സിമ്പലുണ്ട്. ഇതാണ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന പിടി. ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി. അതിനുശേഷം അവിടെ ഇപ്പോൾ ബോണറ്റ് തുറക്കാം. തൊട്ട് താഴെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഭാഗത്തിന് നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്യൂൽ കേജ് ഓപ്പൺ ആക്കാനുള്ള സ്പേസും ഉണ്ട്. ഞാൻ ഡിക്കി ഓപ്പൺ ആക്കിയ വീഡിയോ കാണിച്ചിട്ടില്ല, കാരണം ഡിക്കി എല്ലാം ഓക്കെയാണ്. ബാക്കി നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റെപ്പിംഗ് ടയറൊക്കെ അത്യാവശ്യം ഓടമുള്ള എല്ലാം ഉണ്ട്. നിലവിൽ വണ്ടിക്ക് ഒരു കീയേ ഉള്ളൂ. ഒരു കീ മിസ്സായി പോയതാണ്. പിന്നെ സെൻട്രൽ ലോക്ക് ഉണ്ട്. ഇത് മറ്റേ റിമോട്ട് സെൻട്രൽ ലോക്ക് അല്ല. നമുക്ക് ഒരു ഡോർ ലോക്ക് ആകുമ്പം എല്ലാ ഡോർ ലോക്കും അങ്ങനെ സെൻട്രൽ ലോക്ക് വണ്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ വണ്ടിയിൽ എടുത്തു പറഞ്ഞാൽ എടുക്കുക ഓടുക മാത്രമേ, വേറെ ചെയ്യേണ്ട ഏതൊരു കാര്യങ്ങളും വണ്ടി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം പറഞ്ഞൊരു ഡീറ്റെയിൽ വീഡിയോ ഇതാണ്. അപ്പം നമുക്കിനി ഈ വണ്ടിയിൽ കസ്റ്റമർ ചോദിക്കുന്ന വില 2,50,000 രൂപയാണ്. 2,55,000 രൂപ കസ്റ്റമർ ചോദിക്കുന്ന വില. ഫിനാൻസിൻ്റെ ഓപ്ഷനുണ്ട്. വെറും 30,000 അടച്ച് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലളിതമായ EMI ഉള്ളൂ. ലളിതമായ ഡോക്യുമെൻറ്റ്സ് ചാർജും ലളിതമായ ഡോക്യുമെൻറ്റേഷനും മാത്രമേ ഉള്ളൂ. സാധാരണ ഒരാൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയ EMI എന്തായാലും വരത്തുള്ളൂ. അപ്പം കണ്ടീഷനെല്ലാം ഇതാണ്. അപ്പോൾ താല്പര്യം നിങ്ങൾക്ക് താഴേക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതും ലൊക്കേഷൻ ട്രിവാൻഡ്രം കരകുളമാണ്. വന്ന് കണ്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി നിങ്ങൾക്കൊരു വില പറയാം. വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഒരാളെ കൊണ്ട് വണ്ടി നോക്കണം, അത് നോക്കുക, എല്ലാ സൗകര്യവും ഉണ്ട്. ഇതുപോലുള്ള വീഡിയോസിനും വണ്ടിയുടെ അപ്ഡേറ്റിനും വണ്ടിയുടെ സെയിൽ വീഡിയോയിലും നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.